അപ്പോഴേ കൂട്ടുകാരെ, ഇന്നിതാ കെട്ടുനിറയുടെ ഫുൾ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടുനിറയുടെ ഫുൾ വീഡിയോ ഇടണേ എന്നുള്ളത്. കാരണം ചിലർക്കൊന്നും ഇതിൽ കെട്ടുനിറയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ബന്ധുക്കളെ തന്നെ നമ്മൾ വിളിച്ച ആളുകൾക്കൊന്നും വരാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് കാണാൻ വേണ്ടിയാണ് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ രാവിലെ നേരത്തെ കെട്ടുനിറയുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കുഞ്ഞു കുട്ടികളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും നേരത്തെ എണീറ്റ് പരിപാടികളൊക്കെ തീർത്ത് കെട്ടുനിറ തുടങ്ങുമ്പോഴത്തേനൊന്ന് ഫ്രീ ആവണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. 4 മണിക്ക് ഞങ്ങൾ എണീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ഛനിതാ അവിടെ ഒരു ഭാഗത്ത് പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 2 അച്ഛന്മാരും ഗുരുസ്വാമിമാരാണ് കേട്ടോ. അവർ 2 പേരും കെട്ടുനിറയ്ക്കും പൂജയ്ക്കൊക്കെ പോവാറുള്ളതാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. അവർ രാവിലെയാണ് എത്തിയത്. അല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം തലേ ദിവസം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. തുമ്പി ഏതായാലും എല്ലാവരും ഇവിടെ ഉള്ള സന്തോഷത്തിലാണ്. ആദ്യമൊന്നും അവൾക്ക് എല്ലാവരും കൂടുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം പേടിയായിരുന്നു എല്ലാവരെയും കാണുന്നത്. ഞങ്ങളെ മാത്രം കണ്ടുള്ളൊരു പരിചയം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പം ആൾക്ക് എത്ര ആളുകൾ കൂടിയാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പുതിയ വീട്ടിലേക്ക് മാറിയതിൻ്റെ ശേഷം ഞങ്ങളെ വീട്ടിൽ ആര് വരുന്നത് അവൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഇതായതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇതാ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളൊരുവിധമൊക്കെ ഒതുക്കിയിരുന്നു കേട്ടോ. അപ്പോൾ മേമ വന്നിട്ട് പപ്പടം കാച്ചാനേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് മേമ ചെയ്യുന്നുണ്ട്. ചായ അമ്മ തിളപ്പിക്കുന്നുണ്ട്. അടുത്ത് നിൽക്കുന്നത് എൻ്റെ അനിയത്തിയാണ്, ചെറിയച്ഛൻ്റെ മോള്. അവൾ കുട്ടികളെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റാക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ തിരക്കിട്ട പണികളിലാണ്. അപ്പോഴേക്കിനും ഇവിടെ ഒരു ഭാഗത്ത് കെട്ടുനിറ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവരണേ സ്വാമി, തൊടാനും വരുന്നു ഭഗവാനെ, കൈപിടിയരുതയ്യനെ സ്വാമി സ്വാമി പുത്രീ അരികരസുതനാനന്ദേ സ്വാമി. ആദ്യം ശരണം വിളിച്ച് കർപ്പൂരം കത്തിച്ച് എല്ലാ സ്വാമിമാരും കർപ്പൂരം തൊഴുവാണ്. സ്വാമിമാർ തൊഴുന്നതിൻ്റെ ശേഷമാണ് അല്ലാത്തവരെല്ലാവരും കർപ്പൂരം തൊഴുന്നത് കേട്ടോ. അപ്പോൾ കെട്ടുനിറയ്ക്കുള്ള ആളുകളെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ആകെ 7 സ്വാമിമാരാണ് കേട്ടോ അവരുള്ളത്. സാൻവിക്കുട്ടിയൊക്കെ എണീറ്റ് ഉറക്കച്ചടവോടെ ഇരിക്കുകയാണ് കേട്ടോ. അവളെ ഞങ്ങൾ ലാസ്റ്റാണ് ഉണർത്തിയത്, കുഞ്ഞു വാവയല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആമിക്കുട്ടീൻ്റെ കെട്ടുനിറ തുടങ്ങി. ആദ്യം അവളുടെയാണ്. അപ്പോൾ ആമിക്കുട്ടീൻ്റെതാണ് ആദ്യം. തുമ്പിമോൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് പഠിക്കുകയായിരിക്കണം. അടുത്ത വർഷം ആൾക്കും പോകണമെന്ന് പറയുന്നുണ്ട്. ആമിക്കുട്ടി ഇത് 4ാമത്തെ വർഷമാണ് മാല ഇടുന്നത്. 3 വർഷം അവളെ കൊണ്ടുപോകാനായിട്ട് നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അവൾക്ക് ഭയങ്കര ആഗ്രഹം പോകണമെന്ന്. അടുത്ത വർഷം ആകുമ്പോഴത്തേന് എന്തായാലും 10 വയസ്സ് കഴിയും. അപ്പോൾ പിന്നെ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ഇടണം എന്ന് നിർബന്ധം പറഞ്ഞ് വാശി പിടിച്ചിട്ടതാണ് കേട്ടോ. ട്രെയിനിനാണ് ഇപ്രാവശ്യം പോകുന്നത് കേട്ടോ. കാരണം ശബരിമലയിൽ നല്ല തിരക്കാണെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ന്യൂസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പോകുന്ന വഴിക്കുള്ള അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങിപ്പോയാൽ അവിടെയൊക്കെ തിരക്കിൽ പെടുമെന്ന് പറഞ്ഞ് ഡയറക്റ്റായിട്ട് ട്രെയിനിന് ശബരിമലയ്ക്കാണ് പോകുന്നത്. അങ്ങനെ ആമിക്കുട്ടീൻ്റെ കെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഓരോരുത്തരതായിട്ട് അടുത്തതായിട്ട് നിറയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. 2 അച്ഛന്മാരും കൂടിയാണ് കെട്ട് നിറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടികൾ തീരുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ 2 പേരും കൂടെ കെട്ട് മാറി മാറി നിറയ്ക്കുന്നുണ്ട്. തുമ്പിക്കുട്ടിക്ക് നെയ്ത്തേങ്ങ ഉണ്ടായിരുന്നു. അവൾ നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ട് അപ്പേനെ മടിയിലിരുന്ന് നിറയ്ക്കുകയാണ് കേട്ടോ. നല്ല കുട്ടിയായിട്ട് വാശിയും കുറുമ്പൊന്നും ഇല്ലാതെ നെയ്ത്തേങ്ങ നിറച്ചു. തുമ്പിക്കുട്ടീനെ നെയ്ത്തേങ്ങ നിറയ്ക്കൽ കഴിഞ്ഞു. തൊട്ടപ്പുറത്ത് സച്ചുവിൻ്റെ കെട്ടുനിറ നടക്കുന്നുണ്ട്. അങ്ങനെ 2 പേരുടെയും ഒന്നിച്ച് കഴിഞ്ഞു കേട്ടോ.
അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ കഴിയുന്നതും എല്ലാ വർഷവും കൊടുത്തയക്കാറുണ്ട് കേട്ടോ. നമുക്ക് പോകാനോ പറ്റില്ല, അപ്പോൾ കഴിയുന്നതും എല്ലാ വർഷവും നെയ്ത്തേങ്ങ കൊടുത്തയച്ചാൽ നല്ലതാണെന്ന് പറയണത് കൊണ്ട് കൊടുത്തയക്കാറുണ്ട്. സ്വാമിമാർക്ക് പോകുമ്പോൾ അവർക്ക് ഉച്ചയ്ക്കുള്ള ഉച്ചഭക്ഷണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. രാവിലേക്കുള്ള ഭക്ഷണം നമ്മൾ പുറത്ത് ഏൽപ്പിക്കുക കേട്ടോ ചെയ്തത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൊണ്ടുവരാനായിട്ട് അനിയൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ എത്തിയോ എന്നൊന്ന് വിളിച്ച് ചോദിക്കാൻ പറയാണ് കേട്ടോ അമ്മേനോട്. രാവിലത്തെ ഭക്ഷണവും ഉച്ചയ്ക്കത്തെ ഭക്ഷണവും കൂടി നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് കിട്ടുന്നറിയൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് നമ്മൾ പുറത്ത് ഏൽപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഉണ്ണേട്ടൻ്റെ കെട്ടുനിറ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടേതായിട്ട് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു. കാരണം 9:50 ട്രെയിനിനാണ് അവർക്ക് പോവേണ്ടത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്നാലും വൈകണ്ടെന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങാനായിരുന്നു തീരുമാനം. അതിൻ്റെ ഇടയ്ക്ക് ആമി അവളെ കെട്ടുനിറ കഴിഞ്ഞപ്പോൾ എണീറ്റ് കുഞ്ഞുവാവകളൊക്കെ കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കളിക്കാൻ കിട്ടിയ അവളത് വെറുതെ വിടുമൊന്നുമില്ല. കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തിരിക്കുകയാണ്. സ്വാമിമാരവിടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇനി അവർ ദക്ഷിണയൊക്കെ തന്ന് ശരണം വിളിച്ച് പോവാനിറങ്ങുകയെ. അങ്ങനെ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ്. ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് കർപ്പൂരം കത്തിച്ച് ശരണം വിളിക്കുന്ന കാഴ്ച കേട്ടോ അപ്പോൾ കണ്ടത്. അങ്ങനെ എല്ലാവരുടെയും കെട്ട് പിടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ആമിക്കുട്ടീൻ്റെ കെട്ടാണ് പിടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് സ്വാമിമാരെ തലയിലേക്ക് കെട്ട് പിടിച്ചു കൊടുക്കുക. അവർ ഇല്ലാത്തവർ, അതായത് സ്ഥലത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഗുരുസ്വാമിമാരാണ് അത് പിടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ആമിക്കുട്ടീൻ്റെ 4ാമത്തെ വർഷത്തെ യാത്രയും ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവരുടെയും കെട്ട് അവരവരുടെ അച്ഛനമ്മമാർ പിടിച്ചു കൊടുക്കുകയാണ്. ഉണ്ണാടിൻ്റെ തലയ്ക്ക് അച്ഛനും അമ്മയും കൂടെ ചേർന്ന് പിടിക്കുന്നുണ്ട്. ആ ഒരു സമയത്തുള്ളൊരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും ഉള്ള സമയത്തേ നമുക്കിതിനൊക്കെ ആളുകൾ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റപ്പെട്ടു. അപ്പോൾ അവരുടെ വില നമുക്ക് മനസ്സിലാവുന്ന ഓരോ നിമിഷങ്ങളും അത്രയും വലുതാണ്. കെട്ട് പിടിച്ച് തലയിൽ വെച്ച് കൊടുത്തവർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് നീങ്ങി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് എൻ്റെ അച്ഛമ്മയാണത്. അച്ഛനും കുട്ടച്ഛനും ഒക്കെ കെട്ട് പിടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനം ഗുരുസ്വാമിക്ക് ഞങ്ങളുടെ ഉണ്ണേട്ടൻ്റെ അച്ഛന് എൻ്റെ അച്ഛമ്മ തന്നെയാണ് പിടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. അച്ഛമ്മ മരിച്ചതിന് ശേഷം ഇവിടെ എൻ്റെ അച്ഛമ്മേനെ കൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും കെട്ടുനിറക്കി കെട്ട് പിടിപ്പിക്കാറ് കേട്ടോ. സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ചെറിയ അനിയനാണ്. ആൾ ആർമിയിലാണ്. ഇപ്പോൾ ലീവിന് എത്തിയതാണ് കേട്ടോ. ഒരു പരിപാടിക്കും അവർ ഉണ്ടാവാറില്ല. ഏതായാലും ഇപ്രാവശ്യം കെട്ടുനിറയിൽ പങ്കെടുക്കാൻ അവനും പറ്റി. അങ്ങനെ സ്വാമിമാരെ ഇറങ്ങുകയാണ്. പുറത്ത് നാളികേരടിക്കാനുള്ള കല്ലാണ് വൃത്തിയാക്കിയത് കേട്ടോ. നമ്മൾ ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കി ഇട്ടതായിരുന്നു.
പരമമായ പൊന്നു 18-ാം പടിയേ 18-ാം പടിക്കുടയ നാഥനേ പടിവഴക്കം കയറ്റി ദർശനം തരണം ഭഗവാനേ അയ്യപ്പുറത്തമ്മയ മാതാവേ സ്വാമിയേ സ്വാമിയേ സ്വാമിയേ. അങ്ങനെ നമ്മളെ ആമിമാളികപ്പുറവും സംഘവും നീങ്ങുകയായിട്ടോ ശബരിമലയിലേക്ക് ഭഗവാന്റെ ദർശനത്തിനായിട്ട് അവർ പോവുകയായി. എൻ്റെ 2 അനിയന്മാരും കൂടിയാണ് കേട്ടോ അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കുന്നത്. രണ്ടാളും 2 കാറിലായിട്ട് അങ്ങനെ അവരെ ആക്കിയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. കാറ് പിന്നെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാമല്ലോ. അപ്പോൾ 2 പേരും എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ ആളാണ് ഞങ്ങളുടെ കാർ എടുക്കുന്നത് കേട്ടോ. പോവാനുള്ള റൂട്ടൊക്കെ പറയുകയാണ്, പെട്ടെന്ന് എത്താൻ വേണ്ടി ഉള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറിയ അനിയന്. ഇറങ്ങാൻ സമയം ഉച്ചയ്ക്കുള്ള ഭക്ഷണം ബാഗിലെടുത്ത് വെച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പം ഞങ്ങൾ പറയുമായിരുന്നു സ്വാമിമാർക്ക് ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ അതാ കെട്ടുനിറ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതാ സ്വാമിമാർ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.